Hello friends, welcome to 𝙑𝙑𝙑𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു നോയ്സിൻ്റെ നമ്മുടെ ഇയർബഡ് ആണ്. അതായത് നമുക്ക് 1000 രൂപയുടെ താഴെ വരുന്നൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഇയർബഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് 𝙑𝙑𝙑 1000 രൂപയുടെ താഴെയുള്ള ഇയർബഡ് നമ്മൾ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ 1000 രൂപയുടെ ഇയർബഡ് ഇപ്പോൾ നമുക്ക് ഇറങ്ങുന്നുണ്ട്. കുറേ ബ്രാൻഡ് ഇറങ്ങുന്നുണ്ട്, കുറേ ചൈനീസ് ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട്. കുറേയൊക്കെ മോസ്റ്റ്ലി ഫുള്ളി ലോക്കലായിട്ട് മെയ്ഡ് ചെയ്ത ചൈനീസ് ബ്രാൻഡുകൾ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ്. അപ്പോൾ കുറേ ഇറങ്ങുന്നുണ്ട് 1000-ന്റെ താഴെ. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്കൊരു വാല്യൂ ഫോർ മണി കിട്ടുന്ന പ്രൊഡക്ട്സ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 𝙑𝙑𝙑 ഒരു മോഡൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. കാണാത്തൊരു പോയി കണ്ടു. 1000 രൂപയുടെ താഴെ വരുന്ന 𝙑𝙑𝙑 എന്ന് പറഞ്ഞ സംഭവം തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ബോംബ് 3 എന്ന് പറഞ്ഞ സംഭവമാണ്. അത് എൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം, ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ചെക്കൗട്ട് നോക്കാം. അത്യാവശ്യം നല്ല കളേഴ്സിലൊക്കെ വരുന്ന മോഡലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നോയ്സിൻ്റെ ബഡ്സ് VS102 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് സീൽഡ് പാക്കാണ്. അപ്പോൾ നമ്മൾ അതായത് അൺബോക്സ് ചെയ്ത് കാണിച്ചാൽ ബ്ലൂ കളറാണ്. ഇതിൽ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്വാളിറ്റി സൗണ്ട് കൺട്രോളും അതുപോലെ തന്നെ 11mm ഡ്രൈവറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. IPX5 വാട്ടർ പ്രൂഫ് ഉണ്ട്. 14 hour പ്ലേ ടൈം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് കൺട്രോളൊക്കെ വരുന്നുണ്ട്. ഇത് ആമസോൺ അല്ല, നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോയ്സിൻ്റെ ഡയറക്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിക്കാം. ഇതിൽ എഴുതിയിട്ട് പ്രൗഡ്ലി ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഇന്ത്യയിൽ മേക്ക് ചെയ്തതാണെന്ന്. അതെ, ഇത് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ 1000-ന്റെ താഴെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇയർബഡ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ലോക്കലി മെയ്ഡ് ചൈനീസ് ആണുള്ള റീബ്രാൻഡ് ഇറക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ 1000 രൂപയുടെ താഴെ നിങ്ങൾ ഇയർബഡ് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കണം. അപ്പോൾ ഇഷ്ടംപോലെ ലോക്കൽ സാധനം കിട്ടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ലാസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നോയ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ വാങ്ങിച്ചാലുണ്ട്, അവർ സെൻഡ് ചെയ്തൊന്നും നല്ല പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചറും മൗറിയൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. ചെക്കൗട്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സിൻ്റെ ബഡ്സ് VS102 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ഒരു ബോക്സ് പരിചയപ്പെടാം. അപ്പോൾ ബോക്സിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ഒരു ക്വാളിറ്റി നമുക്ക് അപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നോയ്സിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. ബഡ്സ് VS102 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളറാണ്. ട്രൂലി വയർലെസ് ഇയർഫോൺ എഴുതിയിട്ടുണ്ട്. പ്രൗഡ്ലി ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം റയറാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന എന്താ പറയുക ഇയർബഡ് നിങ്ങൾക്ക് ബാക്കിൽ തിരിച്ച് നോക്കി അതിൻ്റെ ബോക്സ് നോക്കി കഴിഞ്ഞാൽ മിക്കതും മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും, ഇന്ത്യൻ കമ്പനി ആണെങ്കിലും. അപ്പോൾ ഇത് റയറാണ്. അതിപ്പോൾ ബോട്ടായാലും ഏതായാലും റയറാണ്. ഫുള്ളി ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 14 hour പ്ലേ ടൈം, IPX5 വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻസ്, 11mm ഡ്രൈവർ വരുന്നുണ്ട്. എൻ്റെ MRP കൊടുത്തേക്കുന്നത് നമുക്ക് 2999 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രൈസിങ് ഒരു 800 രൂപ, 899 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസിങ് കൊടുത്തേണ്ട. അപ്പോൾ അവിടെ സീലുണ്ട്. ഇപ്പോൾ നമുക്ക് സീല് പൊട്ടിക്കാം. സീല് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ സീല് പൊട്ടിച്ച് നമ്മളെടുത്തു. ബോക്സ് ക്വാളിറ്റി അതുപോലെ ഇൻബിൽഡ് ഉള്ളിലത്തെ സംഭവത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ അതിങ്ങനെ കവറിങ് വന്നേക്കുന്നതാണ്. ഒരു ആവറേജ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത് അത്യാവശ്യം ഒരു റെക്റ്റാങ്കിളാണ്, പക്ഷേ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി ആവറേജ് ആണ്, കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ അതാണ്. നമ്മൾ എന്തൊക്കെയോ ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് എന്തൊക്കെയുള്ള നോക്കാം. ഒരു ബഡ്സിൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക കേബിളും അതുപോലെ തന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാ ടിപ്സും കേബിളൊക്കെയാണ്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്കൊരു സ്റ്റിക്കർ, നോയ്സ് മേക്കറിൻ്റെ നോയ്സിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു സംഭവം, നോയ്സിൻ്റെ ഒരു ബുക്ക്ലെറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ തന്നെ വയ്ക്കാം. ഒരു ആവറേജ് അല്ല കേട്ടോ. ബോക്സിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക ഒരു ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒരു ആവറേജാണ്. അതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് അല്ല കേട്ടോ. അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബഡ്സിലേക്ക് വരാം. ഇതും ഒരു ആവറേജ് തന്നെയാണ്. ഇതിൻ്റെ ഷേപ്പ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, പക്ഷേ തടിയൊന്നും അത്രയ്ക്ക് പറയാനില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്ലൂ എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ബ്ലൂ അത്രയ്ക്ക് ഭംഗിയില്ല, പടത്തിൽ കാണുന്ന ഭംഗിയൊന്നും ഇല്ല ബ്ലൂവിന് കേട്ടോ. സത്യം പറയാമല്ലോ. ഇത് എന്തോ പൂരത്തിന് വാങ്ങിക്കുന്ന കളർ പോലെ ഉണ്ട്. ഞാൻ എന്തായാലും ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താൽ നമുക്കിത് എടുക്കുമോ നോക്കി നോക്കാം.
ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയും ഒരു ആവറേജ് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുമോ നോക്കാം. ചിലപ്പോൾ ബഡ്സ് പുറത്തേക്ക് എടുക്കേണ്ടി വരും, നല്ല ഡിറ്റക്റ്റ് ചെയ്യേണ്ടാവുള്ളൂ. ഇത് ചെറിയ എൻട്രി ലെവലാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ OnePlus നോഡിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, OnePlus നോഡ് ബഡ് സിൻ്റെ. അത് കാണാത്തവർ പോയി കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മൾ കുറേ ഇയർബഡ്സിൻ്റെ പുതിയതിറങ്ങിയ ഇയർബഡ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോൻ്റെ അവസാനമായിട്ട് മുകളിൽ നോക്കിയാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ഇതിലിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബഡ്സ് പുറത്തേക്ക് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ബഡ്സ് എടുത്ത് പുറത്തേക്ക്. അപ്പോൾ ബഡ്സിൻ്റെ ക്വാളിറ്റിയും ഒരു ആവറേജ് തന്നെയാണ്, പക്ഷേ ഒരു ചെറിയൊരു ഹെഫ്റ്റ് വന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മുകളിലൊരു ലൈറ്റ് വരുന്നുണ്ട്, നോയ്സിൻ്റെ ലോഗോ വരുന്നുണ്ട്. ടച്ച് സെൻസിറ്റീവ് ആണ്, പക്ഷേ ഇതുവരെയായിട്ട് ഡിറ്റക്റ്റ് ആയി. അപ്പോൾ നമുക്ക് ബഡ്സ് പുറത്തേക്ക് എടുത്താൽ ഡിറ്റക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെയറിങ് കൊടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അതിന് മുമ്പ് വെച്ച് നോക്കാം. പെയറിങ് അപ്പോൾ ആയിട്ടുണ്ട്. പെയർ ആയിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ 90% ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇയർഫോൺ നമ്മുടെ ചെവിയിൽ വെച്ച് നോക്കുകയാണ്. സൗണ്ട് ക്വാളിറ്റിക്ക് ഉണ്ട് കേട്ടോ. സൗണ്ടിന് ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി ഇത് കച്ചപ്പനെ കണക്റ്റായി. അതിനും കൂടെ പാട്ട് കേൾക്കുന്നത് കാണാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ബാസും ഉണ്ട്, അത്യാവശ്യം നല്ല ബാസും ഉണ്ട്. എനിക്ക് തോന്നുന്ന സെബ്രോണസിനായിട്ടും ബാസ് ഉണ്ട് കേട്ടോ. 1000 രൂപയുടെ താഴെ. ഇത് നിങ്ങൾക്ക് കണ്ണ് മൂട്ടെടുക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ്. ഇതൊക്കെ കുറച്ച് ഒരു മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഈ പ്രൈസിന് നമുക്ക് വാല്യൂ തരുന്നുണ്ട്. ബാക്കിയൊന്നും വലിയ വാല്യൂ തരുന്നില്ലെങ്കിലും വലിയ ബാസൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു ഹൈ ക്വാളിറ്റി ബാസൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ പ്രൈസിന് ഒരു നല്ലൊരു ക്വാളിറ്റി ബാസ് എന്തായാലും തരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും ഒരു കോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കോൾസും അത്യാവശ്യം ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കിയിരുന്നു. അപ്പോൾ എല്ലാം ഒരു ആവറേജ് പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. ഓവറോൾ നല്ലൊരു നൈസ് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 10ൽ ഞാൻ എന്തായാലും ഒരു 7.5 റേഞ്ചൊക്കെ നമ്മൾ റേറ്റിംഗ് കൊടുക്കും ഇതിനെന്തായാലും. ആ പ്രൈസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. ബാസും ഹൈ ബാസ് പ്രതീക്ഷയോടൊന്നും എടുക്കണ്ട. പിന്നെ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ബാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് എടുക്കാം. ബാക്കിയെല്ലാം ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഈ ബഡ്സിൻ്റെ കേസിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ഒരു ആവറേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ബഡ്സ് വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബഡ്സ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി തരുന്നുണ്ട്. ടച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇടയ്ക്ക് ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു 90% ആക്യുറേറ്റ് ആണ് ടച്ച്. പക്ഷേ ബഡ്സ് പിന്നെ പോരാത്തന്നെ ഈ കളർ എടുക്കണ്ട കേട്ടോ, ബ്ലൂ കളർ എടുക്കണ്ട. ഇത് എന്തോ ഒരു പൂരത്തിന് വാങ്ങിക്കുന്ന കളർ പോലെ ഉണ്ട്. അത് കാരണം തോന്നുന്നുണ്ട് ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി തോന്നിക്കുന്നു നമുക്ക് വിചാരിക്കുന്നു. വെച്ചാൽ ഒരു പിയാനോ ഫിനിഷാണ് വരുന്നത്. ബോയ്സിൻ്റെ ഈ ടിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയുന്നതായിരിക്കും. ഒരു ആവറേജ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ആവറേജ് തന്നെയാണ്. ഒരു എന്ന് പറഞ്ഞപ്പോൾ തന്നെ 899 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അങ്ങനെ കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ താഴെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ ഒരു മെയിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും. സൗണ്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട് മെയിലേക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ 24 മണിക്കൂറിൻ്റെ മോസ്റ്റ്ലി എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്റ്റും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഗിയോ വീഡിയോസും നമ്മൾ വേറെ ഇയർബഡ്സിന് പുതിയതിറങ്ങിയ ഇയർബഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാണാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.